ഒരു കമ്പനി എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അതിനൊരു വാറണ്ടി പീരീഡ് കൊടുക്കും അല്ലെ. ചിലപ്പോൾ ആ പ്രോഡക്റ്റ് ആ വാറണ്ടി പീരീഡ് തീരുന്നതിന് മുമ്പ് കംപ്ലൈന്റ് ആകും, അല്ലെങ്കിൽ ചിലപ്പോൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കൂടി കംപ്ലൈന്റ് ഒന്നുമില്ലാതെ ഉപയോഗിക്കാനാകും. പറഞ്ഞു വരുന്നത് മുല്ലപ്പെരിയാർ എന്ന ജലബോംബിനെ കുറിച്ചാണ്. ആ ഡാം നിർമ്മിച്ച കോൺട്രാക്ടർമാർ തന്നെ അതിന് കൊടുത്ത കാലാവധി 50 വർഷമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോൾ 60 വർഷമായി. അപ്പോൾ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കി മുല്ലപ്പെരിയാറിന്റെ വയസ്സ് ഇപ്പൊ എത്രയായിരിക്കുമെന്ന്. അതെ, മുല്ലപ്പെരിയാറിന്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എല്ലാവരുടെയും ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന ആ ജലബോംബിന്റെ കഥയിലേക്കാണ് നമ്മളും ഇന്ന് പോകുന്നത്. ഞാൻ വിപിൻ വിജയൻ. പുതിയൊരു കഥ കാണാനും കേൾക്കാനുമായി എല്ലാവരും കയറിപ്പോരെ. വർഷം 1895 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ് ഇന്നത്തെ ജലബോംബ് എന്നറിയപ്പെടുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് പ്രവർത്തനം തുടങ്ങിയത്. ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ തേക്കടിക്ക് സമീപം പെരിയാർ നദിയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. 1887-നും 1895-നും ഇടയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് മദ്രാസ് പ്രസിഡൻസിയിലേക്ക് വെള്ളം കിഴക്കോട്ട് തിരിച്ചുവിടുന്നതിനായി വരണ്ട പ്രദേശങ്ങളിൽ ജലസേചനം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ഡാം നിർമ്മിച്ചത്. പ്രധാനമായും ചുണ്ണാമ്പുകല്ലും സുർക്കിയും കരിങ്കല്ലും കൊണ്ട് നിർമ്മിച്ച ഗ്രാവിറ്റി അണക്കെട്ടാണിത്. 1200 അടി നീളവും 176 അടി ഉയരവുമുണ്ട്. പണ്ട് കാലത്തെ വാസ്തുവിദ്യാവിസ്മയമായ മുല്ലപ്പെരിയാർ അണക്കെട്ട് മനുഷ്യന്റെ ചാതുര്യത്തിന്റെ പ്രതീകമായി ഇന്ത്യയിലെ തമിഴ്നാട്, കേരള എന്നീ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഉറവിടമായി നിലകൊള്ളുന്നു. 1 നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച ഈ അണക്കെട്ട് നിരവധി സുരക്ഷാ ആശങ്കകളുടെയും രാഷ്ട്രീയ ചർച്ചകളുടെയും കേന്ദ്രമാണ്. കേരളത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന 2 വിഭാഗം ആളുകളുണ്ട്. ആദ്യത്തേത് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് കാരണം നിരത്തി പറയുന്നവർ, മറുവശത്ത് ഡാം പൊട്ടില്ലെന്നുള്ള അർത്ഥവത്തായ ന്യായം വാദിക്കുന്നവർ. എന്തൊക്കെ ആയാലും എത്ര കിടന്ന് കരഞ്ഞാലും നിങ്ങളുടെ വാക്കുകൾക്കൊന്നും ഒരു പുല്ല് വിലയുമില്ല എന്ന രീതിയിലാണ് നമ്മുടെയൊക്കെ ഗവൺമെന്റ് ഉള്ളതെന്ന് തോന്നുന്നു. കാരണം 35 ലക്ഷത്തോളം ആളുകളുടെ ജീവനും സ്വത്തിനും എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ ഭരണ പ്രതിപക്ഷ നേതാക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. തമിഴ്നാട് സർക്കാർ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തും, കേരള സർക്കാർ തിരിച്ചു. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എത്ര നാൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഒരു അപകടം ഉണ്ടാകുന്നത് വരെ അല്ലെ. പെരിയാർ അണക്കെട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങളിൽ പ്രാഥമികമായി അതിന്റെ സുരക്ഷയും ജലം കൊണ്ടുപോകാനുള്ള പാട്ടക്കരാറുകളും ഉൾപ്പെടുന്നുണ്ട്. 1999 വർഷത്തേക്കെന്ന ബുദ്ധിശൂന്യമായ കാലയളവാണ് ഈ പാട്ടക്കരാറിൽ ഉള്ളതെന്നാണ് തമിഴ്നാട് അവകാശപ്പെടുന്നുണ്ട് അല്ലെ. തമിഴ്നാട് സർക്കാരാണ് അണക്കെട്ടിന്റെ നടത്തിപ്പും പരിപാലനവും നടത്തുന്നതെങ്കിലും അത് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അണക്കെട്ടിന്റെ ഘടനാപരമായ സമഗ്രതയെക്കുറിച്ച് കേരളം അപായ മുന്നറിയിപ്പുകൾ പലപ്പോഴായി ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ കാലപ്പഴക്കവും പ്രദേശത്തെ ഭൂകമ്പ സാധ്യതകളും കണക്കിലെടുത്ത്. ജലനിരപ്പ് 136 അടിയായി കുറയ്ക്കണമെന്നും ഉയർന്ന ജലനിരപ്പ് ദുരന്ത സാധ്യത വർദ്ധിപ്പിക്കുമെന്നും വാദിക്കുന്നുണ്ട്. കാലപ്പഴക്കം വന്ന ഒരു ഡാമിന്റെ ജലനിരപ്പ് കുറച്ചതുകൊണ്ട് ഇതിന്റെ അപകടാവസ്ഥ മാറില്ലെന്ന് ഏത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ. പിന്നെ എന്തിനാണ് കേരള സർക്കാർ അതിനുവേണ്ടി മാത്രം വാശി പിടിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ജലസേചനത്തിനും കുടിവെള്ളത്തിനും മാത്രമല്ല, ഇലക്ട്രിസിറ്റിക്കും കൃഷി ആവശ്യത്തിനും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളത്തെയാണ് തമിഴ്നാട് പ്രധാനമായി ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് കേരളം ഇത് പുതുക്കി പണിയണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ തമിഴ്നാട് ഈ ആവശ്യം അംഗീകരിക്കാത്തത്. ഇത് 2 സംസ്ഥാനങ്ങളും തമ്മിൽ ഏറെ നാളായി തർക്കത്തിന് കാരണമായിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ അനുമതി പ്രകാരം ജലനിരപ്പ് 142 അടിയിൽ നിലനിർത്തി ജല ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുന്നു. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒന്നിലധികം തവണ ഇടപെട്ട് അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകുകയും ജലനിരപ്പ് 142 അടിയിൽ നിലനിർത്താൻ തമിഴ്നാടിനെ അനുവദിക്കുകയും ചെയ്തു. കേരളത്തിന്റെ സുരക്ഷാ ആശങ്ക കണക്കിലെടുത്ത് അണക്കെട്ട് ബലപ്പെടുത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷെ പുറംഭാഗം മാത്രം മേക്കപ്പ് വർക്ക് ചെയ്തിട്ട് എന്ത് കാര്യം? അകത്തെ മുറിവിന് അകത്ത് തന്നെ മരുന്ന് കൊടുക്കണം. വെള്ളത്തിൽ പണിതിരിക്കുന്ന ഒരു ഡാം എങ്ങനെയാണ് റിപ്പയർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഷയം പഠിക്കുന്നതിനായിട്ട് ഒരു ഹൈ എംപവേർഡ് കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി. കേരളത്തിന്റെ പ്രതിനിധിയും തമിഴ്നാടിന്റെ പ്രതിനിധിയും ഉൾപ്പെടെ 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ആയിരുന്നത്. കേരളത്തിന്റെ പ്രതിനിധിയായി വന്നത് സുപ്രീം കോടതി മുൻ ജഡ്ജ് KT തോമസ് സാറാണ്. അദ്ദേഹം എടുത്ത ഒരു നിലപാടാണ് കേരളത്തിന്റെ വാദങ്ങൾ പൊളിച്ചെഴുത്തുന്ന രീതിയിലേക്ക് ഈ വിഷയത്തെ മാറ്റിയത് എന്നാണ് പറയപ്പെടുന്നത്.
100 1000 വർഷം കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ ഡാം തകരില്ല എന്നാണ് അദ്ദേഹം അന്ന് റിപ്പോർട്ടിൽ പരാമർശിച്ചത്. അദ്ദേഹം പിന്നീട് എഴുതിയ ബുക്കിൽ അദ്ദേഹം ഇതേ കാര്യം ആവർത്തിക്കുകയുണ്ടായി. എന്ത് നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഉന്നത സ്ഥാനത്തിരുന്ന അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന ചോദ്യം ചുരുളഴിയാത്തൊരു രഹസ്യമായി ഇപ്പോഴും അവശേഷിക്കുന്നു. റീസ്ട്രെങ്തനിങ് വർക്ക് നടന്നിട്ടുള്ളതിനാൽ ഒന്നും പേടിക്കാനില്ല എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് നമുക്ക് അനുമാനിക്കാം. തമിഴ്നാട് അതിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും കേരളം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഭൂകമ്പ സെൻസറുകൾ സ്ഥാപിക്കുക, പതിവായി പരിശോധന നടത്തുക തുടങ്ങിയ സുരക്ഷാ നടപടികൾ ഇരു സംസ്ഥാനങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. ഡാം തകരുമോ എന്നുള്ളതാണ് എല്ലാവരുടെ ഉള്ളിലെ ആകുലത. നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പ്രവർത്തിക്കുന്നത് തുടരുകയാണ്. അണക്കെട്ടിന് 125 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഇന്നത്തെ ആധുനിക നിർമ്മാണ സാങ്കേതിക വിദ്യകൾ പോലെ ഈട് നിൽക്കാത്ത വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഡാം എന്നതിനാൽ അപകട സാധ്യത ഏറെയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അപകട സാധ്യതകൾ ലഘൂകരിക്കാൻ കാര്യമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അണക്കെട്ട് പൊട്ടാനുള്ള സാധ്യത കുറവാണെന്നാണ് പല വിദഗ്ധരും കണക്കാക്കുന്നത്. എന്നാൽ തുടർച്ചയായ നിരീക്ഷണവും സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കുന്നതും അതിനെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ നിർണായകമാണ്. അണക്കെട്ട് ഒരു ഭൂകമ്പ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1921 ഉണ്ടായതിന് സമാനമായ പ്രളയം, അതുകൂടാതെയുള്ള ഭൂകമ്പ സാധ്യത എന്നിങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിച്ചാൽ ഡാം തകരില്ല എന്നുറപ്പ് പറയാനൊന്നും ആർക്കും സാധിക്കുന്നുമില്ല. കേരളത്തിലെ പ്രത്യേക കാലാവസ്ഥ സാഹചര്യം നമുക്ക് പ്രവചിക്കാവുന്നതിനും അപ്പുറമാണെന്ന് വയനാട്ടിലെ അപകടം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചെങ്കിൽ കൂടുതൽ പ്രചോദനാത്മകമായ കഥകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കൂ. പുതിയ കഥയുമായി നമുക്ക് കാണാം, കേൾക്കാം.